നമസ്കാരം. 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തേജസ് ന്യൂസ് സംപ്രേഷണം ചെയ്യുന്ന മണ്ഡലക്കാഴ്ചയിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പൊതുകാഴ്ചകൾ ഇങ്ങനെ. മണ്ണും മനസ്സും ചുവന്നതിനാൽ CPM കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. ഒട്ടനവധി രാഷ്ട്രീയ തൊഴിലാളി നേതാക്കൾക്ക് ജന്മം നൽകി പോറ്റി വളർത്തിയ നാട്. ചെങ്കോട്ടയെന്ന് വിശേഷിപ്പിക്കുമ്പോഴും പേരിൽ കണ്ണൂരുള്ള കോർപ്പറേഷൻ. നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളിൽ ചെങ്കൊടി പാറിക്കാൻ അല്പകാലം മുമ്പ് വരെ കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് ലോക്സഭയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ തേരോട്ടക്കാലത്ത്. എല്ലാ കാലത്തും പേരിന് പ്രതിപക്ഷം മാത്രമുള്ള ജില്ലാ പഞ്ചായത്താണ് ഇതിനൊരപവാദം. എന്നാൽ ഇപ്പോൾ ചിത്രം ഏറെക്കുറെ മാറിക്കൊണ്ടിരിക്കുന്നു. ചരിത്രത്തിലാദ്യമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരണം. രാമചന്ദ്രൻ കടന്നപ്പള്ളി പോലും ഞെട്ടിപ്പോയ അപ്രതീക്ഷിത ജയത്തിലൂടെ കണ്ണൂർ നിയമസഭാ മണ്ഡലവും ചുവന്നു. ഏറെക്കുറെ പൂർണ്ണമായും ചുവപ്പിച്ചത് CPMൻ്റെ അടിത്തറയുടെ ബലം തന്നെയാണ്. വീണ്ടുമൊരു തിരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ ഭാഗ്യപരീക്ഷണം നടത്താതെ LDF തങ്ങളുടെ സിറ്റിംഗ് MP PK ശ്രീമതിയെ തന്നെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുമ്പേ എറിഞ്ഞു. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന നേട്ടങ്ങൾ തന്നെയാണ് തുറുപ്പുചീട്ട്. എന്നാൽ എതിർ സ്ഥാനാർത്ഥി K സുധാകരൻ KPCC വർക്കിംഗ് പ്രസിഡന്റ് മാത്രമല്ല കണ്ണൂരിൻ്റെ കൈക്കരുത്ത് സുധാകരനാണെന്ന് തിരിച്ചറിയുന്ന നേതൃത്വം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ്. മോദി പ്രഭാവം മങ്ങിയ സാഹചര്യത്തിൽ BJP ആവട്ടെ സ്ഥാനാർത്ഥി നിർണയം പോലും നടത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ 1,00,000-ലേറെ വോട്ട് നേടിയ PC മോഹനൻ ഇക്കുറി ഉണ്ടാവില്ല. ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇക്കുറിയും SDPI നിർണായക ഘടകമാവും. പാർട്ടി ദേശീയ സമിതി അംഗം KK അബ്ദുൾ ജബ്ബാർ തന്നെയാണ് ഇത്തവണയും കണ്ണൂരിൽ നിന്ന് ജനവിധി തേടുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കണ്ണൂരിൽ ഇക്കുറി പോരാട്ടം തീമാറുമെന്ന് ഉറപ്പാണ്. ലോക്സഭയിലെ കണ്ണൂരിൻ്റെ ചരിത്രം തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്നപ്പോൾ 1951-ൽ AK ഗോപാലനിലൂടെ CPMൻ്റെ കയ്യിലായിരുന്നു. 1977-ൽ CPIയുടെ CK ചന്ദ്രപ്പനാണ് ജയിച്ചു കയറിയത്. 1980-ൽ K കുഞ്ഞമ്പുവിലൂടെ കോൺഗ്രസ് പാളയത്തിലെത്തിയ മണ്ഡലം പിന്നീട് കണ്ടത് മുല്ലപ്പള്ളിയുടെ തേരോട്ടമാണ്. 1984, 1989, 1991, 1996, 1998 തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി 5 തവണയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൻ്റെ മണ്ണിലൂടെ പാർലമെൻറ്റിൽ എത്തിയത്. 1999-ൽ CPM യുവനേതാവായ AP അബ്ദുള്ളക്കുട്ടിയിലൂടെയാണ് മുല്ലപ്പള്ളിയുടെ അശ്വമേധത്തിന് തടയിട്ടത്. 2004-ൽ അബ്ദുള്ളക്കുട്ടി ജയം ആവർത്തിച്ചതോടെ മുല്ലപ്പള്ളി കളം വിട്ടു. എന്നാൽ അതേ അബ്ദുള്ളക്കുട്ടിയെ കോൺഗ്രസിലെത്തിച്ച K സുധാകരൻ ഒപ്പം കൊണ്ടുപോയത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെയും കൂടിയായിരുന്നു. 2ാം UPA സർക്കാരിനെതിരായ ജനവികാരം മുതലെടുത്ത് PK ശ്രീമതിയിലൂടെ 2014-ൽ മണ്ഡലം CPM പിടിച്ചെടുത്തു. കരുത്തനായ K സുധാകരന് അടിപതറിയപ്പോൾ നിർണായകമായത് പല ഘടകങ്ങളുമാണ്. കന്നി അംഗത്തിനിറങ്ങിയ SDPI നേടിയ 19,170 വോട്ടുകളും സുധാകരൻ്റെ അപരന്മാരും ജാതി സമവാക്യങ്ങളുമെല്ലാം ശ്രീമതിക്ക് തുണയായപ്പോൾ വെറും 6,566 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ശ്രീമതി ജയിച്ചു കയറി. മണ്ഡല പുനർനിർണയത്തിന് ശേഷം ജില്ലയിലെ തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, മട്ടന്നൂർ, ധർമ്മടം, പേരാവൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. ഇതിൽ ഇരിക്കൂറും അഴീക്കോടും പേരാവൂരും UDF MLAമാരാണ് ഉള്ളത്. മലയോര മേഖലയായ ഇരിക്കൂറിൽ കോൺഗ്രസിൻ്റെ KC ജോസഫും പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും അഴീക്കോട് മുസ്ലിം ലീഗിൻ്റെ KM ഷാജിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമായ ധർമ്മടം, ജെയിംസ് മാത്യു പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പ്, വ്യവസായ മന്ത്രി EP ജയരാജൻ്റെ മട്ടന്നൂർ എന്നിവയാണ് ഇടത് കോട്ടകൾ. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ നേട്ടവും MP എന്ന നിലയിൽ PK ശ്രീമതി നടപ്പാക്കിയ വികസന നേട്ടങ്ങളും തന്നെയാവും LDFൻ്റെ പ്രചാരണ വിഷയം. ശബരിമല വിഷയം നേട്ടമാക്കാമെന്നാണ് BJP ധരിക്കുന്നത്. മോദിയുടെ തിളക്കത്തിന് മങ്ങൽ തട്ടിയത് പ്രചാരണത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. RSSന് മോശമല്ലാത്ത സംഘടനാ സംവിധാനം ഉണ്ടായിട്ടും ജില്ലയിൽ കാര്യമായി വേരുറപ്പിക്കാൻ BJPക്ക് കഴിയാത്തത് ഗ്രൂപ്പിസം കാരണം തന്നെയാണ്. കന്നി അംഗത്തിൽ തന്നെ മികച്ച വോട്ട് നിലയുമായി അവഗണിക്കാനാവാത്ത ശക്തിയായി മാറിയ SDPI ഇത്തവണയും നിർണായകമാവും. CPM ആവട്ടെ സിറ്റിംഗ് MP, മുൻ ആരോഗ്യമന്ത്രി, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ്, കരുത്തുറ്റ വനിതകളിലൊരാൾ തുടങ്ങിയ ഘടകങ്ങൾ ചൂണ്ടിക്കാണിച്ച് PK ശ്രീമതിയെ നിലനിർത്തി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. സുധാകരൻ്റെ നീക്കം ഇക്കുറി വളരെ കരുതലോടെയാവും. കഴിഞ്ഞ തവണ തോൽക്കുകയും
നിയമസഭയിൽ കണ്ണൂർ വിട്ട് ഉദുമയിൽ പോയി അവിടെയും പരാജയപ്പെട്ട അനുഭവപാഠവുമുണ്ട് സുധാകരന്. കണ്ണൂരിൽ CPM-നോട് കൈക്കരുത്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നേതാവെന്ന പ്രതിച്ഛായ ഇപ്പോഴും കാത്തുസൂക്ഷിക്കാൻ സുധാകരന് സാധിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിലെ നിലപാടുകളും തുണയ്ക്കെത്തുമെന്നാണ് വിലയിരുത്തൽ. PK ശ്രീമതി റെയിൽവേ ഉൾപ്പെടെയുള്ള വികസനം ഉയർത്തിക്കാട്ടുമ്പോൾ പോലും പ്രചാരണത്തിൻ്റെ നെടുന്തൂണായി നിൽക്കാറുള്ള CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ വടകരയിൽ മത്സരിക്കുന്നത് കണ്ണൂരിലെ ഇടതുപാളയത്തിൽ പ്രചാരണ രംഗത്തെ ദുർബലമാക്കും. എന്ത് വില കൊടുത്തും ജയരാജനെ ജയിപ്പിക്കാൻ യുവാക്കൾ വടകരയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നതും ശ്രീമതിക്ക് തിരിച്ചടിയാകും. ഏതായാലും സംസ്ഥാനത്തെ ശ്രദ്ധാമണ്ഡലമായി ഇക്കുറിയും കണ്ണൂർ മാറുമെന്ന് ഉറപ്പാണ്.